ഹലോ, നമസ്കാരം. എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 6-ലെ മോർഫോളജി എന്ന ടോപ്പിക്കിലെ ലീഫ് എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് സ്റ്റെം എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റെം എന്നും അധികം നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സും കൂടെ ചേർത്ത് വേണം HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഒരിക്കലും ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന നോട്ട് വെച്ച് മാത്രം ആരും നോട്ട് പ്രിപ്പയർ ചെയ്യരുത്. നിങ്ങളാൽ കഴിയുന്ന നോട്ട്സും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. എന്താണ് കാണ്ഡം അഥവാ സ്റ്റെം? സസ്യങ്ങളിൽ മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ കാണ്ഡം അഥവാ തണ്ട് എന്ന് പറയുന്നത്. എംബ്രിയോയുടെ അഥവാ ഭ്രൂണത്തിലെ പ്ലിമ്യൂൾ അഥവാ ബീജശീർഷം എന്ന ഭാഗത്തു നിന്നാണ് സ്റ്റെം ഉണ്ടാകുന്നത്. സ്റ്റെമ്മിന്റെ പ്രത്യേകത, സ്റ്റെമ്മിലൂടെയാണ് ജലവും ലവണങ്ങളും ഇലകൾ നിർമ്മിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്. അതായത് കണ്ടക്ഷൻ, സംവഹനം നടക്കുന്നത് ഈ സ്റ്റെമ്മിലൂടെയാണ്. സ്റ്റെം തന്നെയാണ് ഇലകളെയും പൂക്കളെയും കായ അതായത് ഫ്രൂട്ട്സിനെയും ഫലങ്ങളെയും വിത്തുകളെയും മുകുളങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്നതും അല്ലെ അവയെ ഉൾക്കൊള്ളിച്ച് കാണപ്പെടുന്നതും ഇതേ സ്റ്റെമ്മിൽ തന്നെയാണ്. സ്റ്റെം അഥവാ തണ്ട് എപ്പോഴും പ്രകാശത്തിന് നേരെയാണ് വളരുന്നത്. അത്തരം ചലനത്തിനെ പ്രകാശ ട്രോഫിക ചലനം എന്നാണ് പറയുന്നത്. പ്രത്യേകത, പ്രകാശത്തിന് നേരെ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ്ലി ഫോട്ടോട്രോഫിക് അഥവാ പോസിറ്റീവ്ലി പ്രകാശ ട്രോഫിക ചലനം എന്ന് പറയാം. എന്നാൽ ഇതേ സ്റ്റെം ഭൂഗുരുത്വ ആകർഷണത്തിനും ജലത്തിനും നേർ വിപരീതമായിട്ടാണ് വളരുന്നത്. അതായത് ജിയോട്രോപ്പിസത്തിനും അതുപോലെ ഹൈഡ്രോട്രോപ്പിസത്തിനും ഓപ്പോസിറ്റ് ആയിട്ടാണ് വളരുന്നത്. നെഗറ്റീവ്ലി ജിയോട്രോപ്പിസവും നെഗറ്റീവ്ലി ഹൈഡ്രോട്രോപ്പിസമാണ് കാണിക്കുന്നത്. പർവം അഥവാ നോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഇല ഉണ്ടാകുന്ന കാണ്ഡത്തിന്റെ ഭാഗത്തിനെ പർവം അഥവാ നോഡ് എന്ന് പറയുന്നു. രണ്ട് നോഡുകൾ അഥവാ രണ്ട് പർവ്വത്തിന്റെ ഇടയ്ക്കുള്ള ഭാഗത്തിനെ ഇന്റർനോഡ് അഥവാ പർവാന്തരം എന്ന് പറയുന്നു. അപ്പൊ പർവവും പർവാന്തരവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇലയുടെ തണ്ടിന്റെയും സ്റ്റെം കാണ്ഡത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു കോണാകൃതിയുള്ള ഭാഗത്തിനെ ആക്സിൽ അഥവാ അക്ഷീയം എന്നാണ് പറയുന്നത്. ഇലയുടെ തണ്ടിനും കാണ്ഡത്തിനും ഇടയുള്ള ഭാഗത്തിനെ ആക്സിൽ അഥവാ അക്ഷീയം എന്ന് പറയുന്നു. ഈ ഭാഗത്ത് കാണപ്പെടുന്ന മുകുളങ്ങളെ, ബഡ്സുകളെ അക്ഷീയ മുകുളങ്ങൾ അഥവാ ആക്സിലറി ബഡ് എന്ന് പറയുന്നു. പിന്നീട് ഈ ആക്സിലറി ബഡ് അല്ലെങ്കിൽ അക്ഷീയ മുകുളങ്ങളാണ് പൂക്കളോ അല്ലെങ്കിൽ ശാഖകളോ ആയിട്ട് മാറപ്പെടുന്നത്. അതായത് പൂക്കൾ, ഫ്ലവേഴ്സോ ബ്രാഞ്ചസോ ആയിട്ട് മാറുന്നത് ഈ അക്ഷീയ മുകുളങ്ങളാണ്. കാണ്ഡത്തിന്റെ ഏറ്റവും അഗ്രഭാഗത്തുള്ള മുകുളങ്ങളെ അഗ്രമുകുളങ്ങൾ അഥവാ ടെർമിനൽ ബഡ്സ് എന്ന് പറയുന്നു. ഒരു സ്റ്റെമ്മിന്റെ ഏറ്റവും ടിപ്പിലുള്ള ബഡ്സിനെ ടെർമിനൽ ബഡ് അഥവാ അഗ്രമുകുളങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ ചില ചെടികൾ, പ്രത്യേകിച്ച് നമ്മുടെ തക്കാളി, തുമ്പ, നാറ്റപ്പൂച്ചെടി പോലുള്ള ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ കാണ്ഡത്തിലും ഇലയിലായിട്ട് ഒരുപാട് ചെറിയ ചെറിയ രോമങ്ങൾ കാണാൻ കഴിയും. ഹെയർസ് കാണാൻ പറ്റും. സ്റ്റെം ഹെയർസ് അഥവാ ട്രൈക്കോംസ് എന്നാണ് അറിയപ്പെടുന്നത്. കാണ്ഡത്തിലും ഇലകളിലും മറ്റും കാണപ്പെടുന്ന രോമങ്ങളെ ട്രൈക്കോംസ് അഥവാ സ്റ്റെം ഹെയർസ് എന്നാണ് അറിയപ്പെടുന്നത്. കാണ്ഡം പ്രധാനമായിട്ട് 3 വിധത്തിൽ കാണപ്പെടുന്നു. ചില കാണ്ഡങ്ങൾ മണ്ണിന് മുകളിൽ കാണപ്പെടും. അവയെ വായവ കാണ്ഡങ്ങൾ അഥവാ ഏരിയൽ സ്റ്റെം എന്ന് പറയുന്നു. എന്നാൽ ചില ചെടികളിൽ കാണ്ഡഭാഗങ്ങൾ മണ്ണിനടിയിലായിരിക്കും കാണപ്പെടുന്നത്. അവയെ ഭൂകാണ്ഡങ്ങൾ അഥവാ ഭൂഗർഭ കാണ്ഡങ്ങൾ എന്ന് പറയുന്നു, അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നു. എന്നാൽ ചില ചെടികളിൽ കാണ്ഡഭാഗങ്ങൾ മണ്ണിന് മുകളിലോ മണ്ണിന് അടിയിലോ അല്ലാതെ കാണപ്പെടുന്നു. ഇത്തരം സ്റ്റെമ്മുകളെ സബ് ഏരിയൽ സ്റ്റെം അഥവാ ഭാഗിക ഭൂഖണ്ഡങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ പൂർണ്ണമായിട്ടും മണ്ണിന് മുകളിലുമല്ല, എന്നാൽ മണ്ണിന് അടിയിലും ആയിരിക്കില്ല. അത്തരം സ്റ്റെമ്മുകളെ സബ് ഏരിയൽ സ്റ്റെം അഥവാ ഭാഗിക ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നു. ഈ കാണ്ഡത്തിന്റെ രൂപാന്തരണം, മോഡിഫിക്കേഷൻ. ഒരു കാണ്ഡത്തിന്റെ മെയിൻ ഫംഗ്ഷൻ, ധർമ്മം എന്തായിരുന്നു? പ്രകാശ സംശ്ലേഷണം നടത്തുക, സംവഹനം നടത്തുക എന്നതൊക്കെ തന്നെയാണ് ഒരു കാണ്ഡത്തിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഫംഗ്ഷന് പുറമെ ചില ചെടികൾ ആഹാരം സംഭരിച്ചു വെക്കാനും സംരക്ഷണത്തിന് വേണ്ടിയും കായിക പ്രത്യുൽപാദനത്തിന് വേണ്ടി, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയും, അതായത് പുതിയ സന്താനങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും താങ്ങ് നൽകാൻ വേണ്ടിയും, അതായത് സപ്പോർട്ടിന് വേണ്ടിയും ഒക്കെ മോഡിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അതാണ് കാണ്ഡത്തിന്റെ രൂപാന്തരണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ചില ചെടികളിലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം അതായത് ഭൂകാണ്ഡങ്ങൾ മോഡിഫിക്കേഷൻ കാണിക്കാറുണ്ട്.
അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായും ആഹാരം സംഭരിക്കുന്നതിന് വേണ്ടിയും കായിക പ്രത്യുൽപാദനം അഥവാ കായിക പ്രജനനം നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ്. ആഹാരം സംഭരിച്ചു വയ്ക്കുകയും അതിലൂടെ പുതിയ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂഖണ്ഡങ്ങൾ കൂടുതലായും രൂപാന്തരണം കാണിക്കുന്നത്. അതിൽ ഒന്നാമത്താണ് റൈസോം. റൈസോം എന്ന് പറയുന്നത് മണ്ണിനടിയിൽ കാണപ്പെടുന്ന പച്ച നിറമില്ലാത്ത ഒരു സ്റ്റെമ്മിന്റെ അല്ലെങ്കിൽ കാണ്ഡത്തിന്റെ മോഡിഫിക്കേഷനാണ്. ആഹാരം സംഭരിച്ചു വെക്കുന്നത് കൊണ്ട് ഇത് വീർത്താണ് കാണപ്പെടുന്നത്. ഇവയിൽ പർവം നോഡ്, പർവാന്തരം ഇന്റർനോഡ്, അക്ഷീയ മുകളിൽ ആക്സിലറി ബഡ്, അഗ്രമുകുളങ്ങൾ ടെർമിനൽ ബഡ്, മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഇലകളെ സ്കെയിൽ ലീവ്സ്, ചെതുമ്പല് പോലെ കാണുന്ന ഇലകളെ സ്കെയിൽ ലീവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ അപസ്ഥാനീയ വേരുകളും കാണപ്പെടുന്നു. എന്താണ് അപസ്ഥാനീയ വേരുകൾ? അഡ്വന്റീഷ്യസ് റൂട്ട് എന്ന് പറയും. അതായത് സാധാരണ റൂട്ട് ഉണ്ടാകുന്നത് ഭ്രൂണത്തിന്റെ റാഡിക്കിളിൽ നിന്നായിരിക്കും. എന്നാൽ റാഡിക്കിളിൽ നിന്നല്ലാതെ, റാഡിക്കിളിന്റെ മലയാളം ബീജമൂലം എന്നാണ് പറയുന്നത്. പ്ലിമ്യൂലിനെ ബീജശീർഷം എന്ന് പറയുമ്പോൾ റാഡിക്കിളിനെ ബീജമൂലം എന്ന് പറയുന്നു. ഈ ബീജമൂലത്തിൽ നിന്നല്ലാതെ, റാഡിക്കിളിൽ നിന്നല്ലാതെ ചെടിയുടെ മറ്റ് ഏത് ഭാഗത്തു നിന്നാണോ വേരുകൾ ഉണ്ടാകുന്നത് അത്തരം വേരുകളെയാണ് നമ്മൾ അപസ്ഥാനീയ വേരുകൾ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇപ്പൊ മരിച്ചീനി കമ്പ് വെട്ടി നടുമ്പോൾ, റോസാ കമ്പ് വെട്ടി നടുമ്പോൾ ആ കമ്പിന്റെ അറ്റത്തു നിന്നാണ് വേരുണ്ടാകുന്നത്. അവയൊക്കെ അപസ്ഥാനീയ വേരുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ റൈസോം അഥവാ ജിഞ്ചർ, അതിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നു. അതിൽ നോഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഇന്റർനോഡ് ഉണ്ടെന്ന് പറഞ്ഞു, ആക്സിലറി ബഡ്, ടെർമിനൽ ബഡ്, സ്കെയിൽ ലിവ്സ്, അഡ്വന്റീഷ്യസ് റൂട്ട് എല്ലാം കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു സ്റ്റെം മോഡിഫിക്കേഷൻ അല്ല, മണ്ണിനടിയിൽ നിന്നല്ലേ കിട്ടുന്നത്. പക്ഷെ അതൊരു സ്റ്റെം മോഡിഫിക്കേഷൻ അല്ല. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിൽ ആബ്സെന്റ് ആയിരിക്കും. നോഡോ, ഇന്റർനോഡോ, ആക്സിലറി ബഡോ, ടെർമിനൽ ബഡോ, സ്കെയിൽ ലീവ്സോ ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. ഇതെല്ലാം പ്രസന്റ് ആയതുകൊണ്ടാണ് റൈസോമിനെ സ്റ്റെം ആയിട്ട് കണക്കാക്കുന്നത്. റൈസോമിന്റെ പ്രത്യേകത, ഇവയിൽ ആഹാരം സംഭരിച്ചു വെക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും. പ്രതികൂല സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ അഡ്വേഴ്സ് കണ്ടീഷനെ തരണം ചെയ്യും, ഓവർകം ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെ പെരനേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പെരനേഷൻ അതായത് ഇപ്പൊ ഇഞ്ചി നമുക്കറിയാം, ഒരു ഉണക്കൊക്കെ വരുമ്പോൾ ഇഞ്ചിയുടെ മുകൾ ഭാഗത്ത് ഇലകൾ മൊത്തം നശിച്ചു പോവുകയും പക്ഷെ ഇഞ്ചി മണ്ണിനടിയിൽ തരണം ചെയ്ത് കിടക്കുകയും ചെയ്യും. ഫേവറബിൾ സീസൺ വരുമ്പോൾ ആ ഇഞ്ചിയിൽ നിന്ന് പുതിയ തലമുറകൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഇഞ്ചിയിലും വാഴയിലും മഞ്ഞളിലും കാണപ്പെടുന്നത് റൈസോമാണ്. ഓർക്കുക, വാഴയിലെ റൈസോം മാത്രമല്ല വേറൊരു ഭാഗം കൂടെ കാണപ്പെടുന്നുണ്ട്. അത് പിന്നീട് നമ്മൾ പറയും. മെയിൻ ആയിട്ടുള്ള സ്റ്റെമ്മിന്, മണ്ണിനടിയിൽ വാഴയുടെ മെയിൻ സ്റ്റെമ്മിന്റെ അടിഭാഗത്തിരിക്കുന്ന ആ സോളനായിട്ട് വീർത്തിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ റൈസോം എന്ന് പറയുന്നത്. അപ്പൊ റൈസോമിന്റെ പ്രത്യേകത, ആഹാരം സംഭരിച്ചു വെച്ചതിന് ശേഷം പിന്നീട് അതിൽ നിന്നാണ് പുതിയ തലമുറകൾ ഉണ്ടാകുന്നത്, പുതിയ തൈകൾ ഉണ്ടാകും. കാരണം ആക്സിലറി ബഡും ടെർമിനൽ ബഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് തൈകൾ അതിൽ നിന്ന് ഉണ്ടാകാൻ സഹായിക്കും. കോം, ഗോളാകൃതിയിൽ ഘനീഭവിച്ച് കാണപ്പെടുന്ന കാണ്ഡത്തിനെയാണ് കോം എന്നറിയപ്പെടുന്നത്. ഇവയുടെ പ്രത്യേകത, ഇവയ്ക്കും നിറമില്ലായിരിക്കും. ആ കോമിൽ പർവം, പർവാന്തരം, അക്ഷയമുകുളങ്ങൾ, അഗ്രമുകുളങ്ങൾ, സ്കെയിൽ ലീവ്സ്, അപസ്ഥാനീയ വേരുകൾ എന്നിവ കാണപ്പെടുന്നു. കാരണം നേരത്തെ പറഞ്ഞ ഇതൊരു സ്റ്റെം ആയതുകൊണ്ട് തന്നെ അതിൽ സ്റ്റെമ്മിൻ്റെതായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കാണപ്പെടുന്നുണ്ട്. മണ്ണിനടിയിൽ വീർത്തിരിക്കുന്ന അത്തരം സ്റ്റെമ്മിനെ കോം എന്ന് പറയുന്നു. ഉദാഹരണം ചേന, ചേമ്പ്, ഗ്ലാഡിയോലിസ്, അലോക്കേഷ്യ, സാമിൻ കൈൻഡ്. അലോക്കേഷ്യ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഹോർട്ടിക്കൾച്ചറിൽ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന ചേമ്പിന്റെ വെറൈറ്റി, ഗാർഡൻ ചേമ്പുണ്ടല്ലോ, അതാണ് അലോക്കേഷ്യ. സാമിൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിപ്പമേറിയ ചേനയുടെ കുടുംബത്തിൽപ്പെട്ട ചെടികളെയാണ് സാമിൻ കൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ചേനയിലും ചേമ്പിലൊക്കെ മണ്ണിനടിയിൽ നിന്നുള്ള കിഴങ്ങ് രൂപത്തിൽ നിന്നാണ് പുതിയ തലമുറകൾ ഉണ്ടാകുന്നത്. അതിനെ കോം എന്ന് അറിയപ്പെടും. ട്യൂബർ അഥവാ കിഴങ്ങ്, മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. മണ്ണിനടിയിലുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ ഭാഗങ്ങൾ ബ്രാഞ്ച് ആവുകയും ഓരോ ബ്രാഞ്ചിന്റെ അറ്റഭാഗത്ത് ആഹാരം സംഭരിച്ചു വെച്ച് അത് മാംസളമായിട്ട് മാറുകയും ചെയ്യും. ഈ ഉരുളക്കിഴങ്ങിന്റെ പ്രത്യേകത, അതിനകത്ത് ചെറിയ ഡിപ്രഷൻ, ചെറിയ കുഴികൾ കാണപ്പെടും അല്ലെ. അതിനെ ഉരുളക്കിഴങ്ങിന്റെ കണ്ണ് അഥവാ ഐ ഓഫ് പൊട്ടറ്റോ എന്നാണ് അറിയപ്പെടുന്നത്. ആ കണ്ണ്, അത് താഴ്ചയുള്ള കുഴി പോലിരിക്കുന്ന ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ പർവം, പർവാന്തരം, അക്ഷയമുകുളങ്ങൾ, അഗ്രമുകുളം എന്നിവ, സ്കെയിൽ ലീവ്സ് എന്നിവ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് സ്റ്റെം ട്യൂബർ, കിഴങ്ങിന് എക്സാമ്പിളാണ്. ബൾബ്, അതായത് മണ്ണിനടിയിൽ ശരിക്കും സ്റ്റെമ്മ് കണ്ടൻസ്ഡ് ആയിരിക്കും, ഹനീഭവിച്ചിരിക്കും, കട്ടിയുള്ളതായിരിക്കും. ആ കാണ്ഡം, മെയിൻ ആയിട്ടുള്ള കാണ്ഡം ചെറുതും ഹനീഭവിച്ചതായിരിക്കും. എന്നാൽ
ഈ കാണ്ഡത്തിൽ കാണപ്പെടുന്ന സ്കെയിൽ ലീവ്സ്, ചേതുമ്പല് പോലുള്ള സ്കെയിൽ ലീവ്സിലായിരിക്കും ആഹാരം സംഭരിച്ചു വെക്കുന്നത്. അപ്പൊ സ്കെയിൽ ലീവ്സിൽ ആഹാരം സംഭരിച്ചു വെക്കുമ്പോൾ അതിങ്ങനെ വീർത്ത് ഒരു ഗോളാകൃതിയിൽ ബൾബിന്റെ ഷേപ്പിൽ ആയി വരുന്നു, വീർത്തിരിക്കുന്ന കാണാൻ കഴിയും. ഓരോരോ അടുക്ക് പോലെ നമ്മുടെ സവാള ഓർത്ത് നോക്കിയാൽ മതി. സവാളയുടെ പ്രത്യേകത, ആ സവാളയിൽ ഓരോ ലെയർ ആയിട്ട് കാണപ്പെടുന്നത് സ്കെയിൽ ലീവ്സ് ആണ്. അവിടെ സ്കെയിൽ ലീവ്സിലാണ് ആഹാരം സംഭരിച്ചു വെക്കുന്നത്. മാംസളമായുള്ള ചേതുമ്പൽ പോലുള്ള ഇലകളിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ഒത്ത നടുക്കായിട്ട് എപ്പിക്കൽ ബഡ് അഥവാ അഗ്രമുകുളവും അല്ലെങ്കിൽ ടെർമിനൽ ബഡ് എന്ന് പറയാം. എപ്പിക്കൽ ബഡ് അല്ലെങ്കിൽ ടെർമിനൽ ബഡ്. പിന്നെ ഓരോ സ്കെയിൽ ഇലകളുടെ ഇടയിൽ അക്ഷീയ മുകുളങ്ങൾ, ആക്സിലർ ബഡും കാണപ്പെടുന്നുണ്ട്. ഉള്ളി മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സെന്ററിലായിട്ട് എപ്പിക്കൽ ബഡും ഓരോ സ്കെയിൽ ലീവ്സിന്റെ ഇടയിൽ ആക്സിലർ ബഡും കാണാൻ കഴിയും. ഉദാഹരണം ഉള്ളി, വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ പ്രത്യേകത ഒരുപാട് ബൾബുകൾ ചേർന്ന്, വെളുത്തുള്ളി കുറെ ബൾബ് ചേർന്ന് ഒറ്റയായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. വെളുത്തുള്ളി അല്ലികൾ എന്ന് പറയില്ലേ, അല്ലികളെ പറയുന്ന പേരാണ് ബൾബിലെറ്റ്സ് എന്ന് പറയും. വെളുത്തുള്ളിയുടെ പ്രത്യേകത ഒരുപാട് ബൾബുകൾ ചേർന്നിട്ടുള്ള ബൾബിലെറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഭാഗിക ഭൂഖണ്ഡങ്ങളുടെ മോഡിഫിക്കേഷൻ. ഭാഗിക ഭൂഖണ്ഡങ്ങൾ എപ്പോഴും ക്രീപ്പേഴ്സ് ആയിരിക്കും. കൂടുതലും തറയിലൂടെ ഇങ്ങനെ പറ്റിപ്പിടന്ന് വളരുന്ന ചെടികളായിരിക്കും. പറ്റിപ്പിടിച്ചിങ്ങനെ ഇഴവള്ളികൾ എന്ന് പറയും, ക്രീപ്പേഴ്സ് ആയിരിക്കും. ഈ ശരിക്കും ഇവർക്ക് തറയിലൂടെ പടർന്നു പോകാനും അതിൽ നിന്നും പുതിയ സന്താനങ്ങളെ, തൈകളെ ഉൽപ്പാദിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഭാഗിക ഭൂഖണ്ഡങ്ങൾ രൂപാന്തരണം കാണിച്ചിരിക്കുന്നത്. ഇവയുടെ പർവ്വത്തിൽ നിന്നും അവസ്ഥാന വേരുകൾ ഉണ്ടാവുകയും അത് ബ്രാഞ്ചസ് ആയിട്ട് മാറുകയും ശാഖകളായിട്ട് മാറുകയും പിന്നെ അതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഭാഗിക ഭൂഖണ്ഡങ്ങളുടെ പ്രത്യേകത. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് റണ്ണർ. ചിത്രത്തിൽ കാണുന്നത് പോലെ കുടങ്ങൽ, നിങ്ങൾക്ക് എല്ലാവർക്കും കുടങ്ങൽ അറിയാം. രണ്ടാമത്തെ ചിത്രം പുളിയാറില്ല, ഓക്സാലിസ് ആണ്. നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഒരു മഞ്ഞ പൂ പിടിക്കുന്ന മുക്കുറ്റി പോലെ തോന്നും, അങ്ങനെ കാണപ്പെടുന്ന ചെടിയാണ് പുളിയാറില്ല, ഓക്സാലിസ്. ഇത് രണ്ടിന്റെയും പ്രത്യേകത. ആദ്യത്തെ ചിത്രത്തിൽ സർക്കിൾ എടുത്ത് ചെയ്തിരിക്കുന്ന ഭാഗം നോക്കുക, നീല സർക്കിളിൽ കൊടുത്തിരിക്കുന്നത്. മണ്ണിലൂടെ ഇങ്ങനെ പടർന്നു പോകുന്ന കനം കുറഞ്ഞ നീളമുള്ള പർവാന്തരങ്ങൾ, ഇന്റർനോഡുകളെയാണ് റണ്ണർ എന്ന് പറയുന്നത്. അതായത് രണ്ട് നോഡുകൾക്കിടയിലുള്ള ഇന്റർനോഡ് മണ്ണിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കാണാൻ കഴിയും. അത് കനം കുറഞ്ഞതായിരിക്കും, നീളമുള്ള ഇന്റർനോഡുകളായിരിക്കും. ഇവയുടെ ഓരോ നോഡിൽ നിന്നും താഴേക്ക് അഡ്വന്റീഷ്യസ് വേരും അതുപോലെ തന്നെ മുകളിലേക്ക് ഇലകളും പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അതിൽ നിന്നും പുതിയ പുതിയ തൈകൾ ഉണ്ടാവുന്ന കാണാൻ കഴിയും. എവിടെ വെച്ച് മുറിഞ്ഞു പോയാലും ആ ഭാഗങ്ങൾ പുതിയ ചെടികളായിട്ട് മാറുകയും ചെയ്യും. അതാണ് റണ്ണർ. പുല്ലുവർഗ്ഗങ്ങളിൽപ്പെട്ട ചെടികളിലെല്ലാം പുളിയാറില, കുടങ്ങലിലൊക്കെ നമുക്ക് റണ്ണർ കാണാൻ കഴിയും. രണ്ടാമത്തെ ഓഫ്സെറ്റ്. റണ്ണർ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരിക്കും, നീളം കുറവായിരിക്കും. റണ്ണറിന്റെ നേരെ ഓപ്പോസിറ്റ്. റണ്ണർ നീളമുള്ളതാണെങ്കിൽ ഇവിടെ നീളം കുറഞ്ഞതായിരിക്കും. റണ്ണർ കനം കുറഞ്ഞതാണെങ്കിൽ ഇവിടെ നല്ല കട്ടിയുള്ളതായിരിക്കും. കൂടുതലും അക്വാട്ടിക് പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. പിസ്റ്റിയ, മുട്ടപ്പായൽ, കുളവാഴ, ഐക്കോണിയ, വാട്ടർ ഹയാസിൻ തുടങ്ങിയ ചെടികളുടെ സ്റ്റെമ്മുകളിൽ നിന്നും ഇതുപോലുള്ള കട്ടിയുള്ള ഈ നോഡ് ഭാഗത്തു നിന്ന് കട്ടിയുള്ള ഇന്റർനോഡുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാവുകയും ചെയ്യും. ചിത്രം മൂന്നാമത്തെ ചിത്രം നോക്കുക. കുളവാഴയിൽ നിങ്ങൾക്ക് ഓഫ്സെറ്റ് കാണാൻ കഴിയും. സക്കർ, അത് ചിത്രത്തിൽ കാണുന്നത് ജമന്തിയാണ്. ജമന്തിയുടെ തൈ വരുന്ന കണ്ടിട്ടുണ്ടോ? മെയിൻ ആയിട്ടുള്ള തണ്ടിൽ നിന്ന്, സ്റ്റെമ്മിന്റെ അടിഭാഗത്തു നിന്നും മണ്ണിന് തിരശ്ചീനമായിട്ട് ഇങ്ങനെ മണ്ണിലൂടെ പാരലായിട്ട് തന്നെ പോവുകയും അതിനുശേഷം അത് മുകളിലോട്ട് വളഞ്ഞ് ടേൺ ചെയ്ത് പുതിയ തൈയായിട്ട് മാറുന്ന ഭാഗം. അതായത് മണ്ണിലൂടെ പാസ് ചെയ്ത് പോയിട്ട് മുകളിലേക്ക് ടേൺ ചെയ്യും. അത്തരം സ്റ്റെമ്മുകളെ വിളിക്കുന്ന പേരാണ് സക്കർ എന്ന് പറയും. ജമന്തിയിൽ കാണപ്പെടുന്നത് സക്കർ. ജമന്തി എന്ന് പറയുന്നത് ബന്ദിയല്ല, ഒറിജിനൽ ജമന്തി, ക്രൈസാന്തമം, ജമന്തിയിൽ കാണുന്നത് സക്കറാണ്. എന്നാൽ ബനാനയുടെ, നേരത്തെ പറഞ്ഞു ബനാനയിൽ റൈസോമും ഉണ്ട്, വാഴയുടെ ഏറ്റവും അടിഭാഗത്ത് റൈസോം ഉണ്ട്. എന്നാൽ വാഴയുടെ കന്ന് ഉണ്ടാവുന്ന കണ്ടില്ലേ, അത് ഇതുപോലെയാണ്, മുകളിലേക്ക് ടേൺ ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ. അതുകൊണ്ട് അതിന് ആ ടേൺ ചെയ്ത് വരുന്ന ഭാഗത്തിനെ സക്കർ എന്ന് പറയാം. പൈനാപ്പിളിൽ അതുപോലെ സക്കർ കാണപ്പെടുന്നു. നെക്സ്റ്റ് സ്റ്റോളൻ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാൻ കഴിയുന്ന നമ്മുടെ ജാസ്മിൻ ആണ്. പിച്ചി, മുല്ല തുടങ്ങിയത് നിങ്ങൾ കണ്ടു കാണും. പിച്ചിയുടെയും മുല്ലയുടെയും ഒക്കെ ബ്രാഞ്ച് ഇങ്ങനെ തറയിലൂടെ പടർന്നു പോവുകയും അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തു അത് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് പുതിയ പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് നോഡിൽ നിന്നുണ്ടാവുന്ന ഒരു ഇന്റർനോഡിന്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് മണ്ണിൽ തൊടുകയും ആ ഭാഗത്ത് നിന്ന് പുതിയ മുകുളങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അത്തരം സ്റ്റെമ്മിനെയാണ് അല്ലെങ്കിൽ ഇന്റർനോഡിനെയാണ് സ്റ്റോളൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പുതിന, മിന്റ്, പെപ്പർമിന്റ് എന്ന് പറയാം, മുല്ല,
ജാസ്മിൻ, സ്ട്രോബെറി. ഇതെല്ലാം എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്തത് വായവ കാണ്ഡ രൂപാന്തരണം, അതായത് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. മണ്ണിന് മുകളിലുള്ള സ്റ്റെമ്മും മോഡിഫൈ ചെയ്യും. ഇത് പ്രധാനമായിട്ടും പ്രൊട്ടക്ഷന് വേണ്ടിയോ സപ്പോർട്ടിന് വേണ്ടിയോ മറ്റു വൈറ്റൽ ഫങ്ഷൻസ്, അതായത് പ്രകാശ സംശ്ലേഷണം പോലുള്ള ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മോഡിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്താണ് കാണ്ഡപ്രധാനങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റെം ടെൻഡ്രിൽസ്, അതായത് വീക്കായിട്ടുള്ള ക്ലൈംബിംഗ് പ്ലാന്റ്സിൽ, ആരോഹികൾ എന്ന് പറയും, അത്തരം പ്ലാന്റുകളിൽ ഒരു സപ്പോർട്ടിൽ പടർന്ന് പന്തലിച്ച് വളരാൻ വേണ്ടി, പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടി ആ ചെടിയുടെ കാണ്ഡത്തിന്റെ അക്ഷീയ മുകുളങ്ങളോ അല്ലെങ്കിൽ ആക്സിലറി ബഡോ അല്ലെങ്കിൽ അഗ്രമുകളോ ടെർമിനൽ ബഡോ ആയിരിക്കും ചെറിയ ചെറിയ കോയിൽ ചെയ്ത് സ്പ്രിങ് പോലുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുന്നത്. അവയാണ് പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം മുന്തിരി. മുന്തിരിയുടെ പ്രത്യേകത ഗ്രേപ്പ് വൈനിലെ അഗ്രമുകളമാണ്. ഓരോ സ്റ്റെമ്മിന്റെ ടെർമിനൽ ബഡ് ആണ് ഇവിടെ ടെൻഡിലായിട്ട് മാറിയിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തോന്നുന്ന ഇലയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിലും അത് ടെർമിനൽ ബഡ് ആണ് ശരിക്കും ടെൻഡിലായിട്ട് മാറുന്നത്. ആക്സിലറി ബഡ് ആണ് നേരെ സ്റ്റെം ആയിട്ട് മാറി ഇവിടെ തൂക്കം വെച്ച് വെക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാഷൻ ഫ്രൂട്ടിന്റെ പ്രത്യേകത അവയിൽ അക്ഷീയ മുകുളമാണ്. അതായത് ആക്സിലറി ബഡ് ആണ് സ്റ്റെമ്മിനും ലീഫിനും ഇടയ്ക്കുള്ള ആ ബഡ് ആണ് പിന്നീട് അവിടെ ടെൻഡിൽസ് ആയിട്ട് മാറിയിരിക്കുന്നത്. വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി, അവിടെ ആക്സിലറി ബഡ് ആണ് ടെൻഡിൽസ് ആയിട്ട് മാറിയിരിക്കുന്നത്. പാവൽ, പടവലം, തണ്ണിമത്തൻ, വെള്ളരി തുടങ്ങിയ വെള്ളരി തുടങ്ങിയ ചെടികളിലൊക്കെ ഒന്നുകിൽ സ്റ്റിപ്യൂളോ അല്ലെങ്കിൽ ബ്രാക്റ്റിയോളോ ആയിരിക്കും അവിടെ ടെൻഡിൽസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റെമ്മിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതാണ് കാണ്ഡപ്രധാനങ്ങൾ എന്ന് പറയുന്നത്. സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇത്തരം മോഡിഫിക്കേഷൻ കാണിച്ചിരിക്കുന്നത്. മുള്ളുകൾ അഥവാ തോൺസ്, പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഒന്നുകിൽ ആക്സിലറി ബഡോ അല്ലെങ്കിൽ ടെർമിനൽ ബഡോ എന്തായിട്ട് മാറാം? മുള്ളുകളായിട്ട് മാറാം. നല്ല കൂർത്ത പോയിന്റഡ് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് മുള്ളുകൾ എന്ന് പറയുന്നത്. മുള്ളുകൾ എന്ന് പറയുന്നത്, തോൺസ് എന്ന് പറയുന്നത് എപ്പോഴും എൻഡോജീനസ് ഒറിജിൻ ആണെന്ന് ഓർത്തിരിക്കുക. ചെടിയുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. എൻഡോജീനസ് ഒറിജിൻ ആയിരിക്കും. നാരകത്തിൽ കാണുന്നത്, കടലാസ് ചെടിയിൽ കാണപ്പെടുന്നതും ചിത്രത്തിൽ രണ്ടിലും കാണപ്പെടുന്നത് അക്ഷീയ മുകുളങ്ങളാണ്. ആക്സിലറി ബഡ് ആണ് മുള്ളായിട്ടിരിക്കുന്നത്. എന്നാൽ മാതളം, പോംഗ്രനേറ്റ്, കരീസ്, നമ്മുടെ ചെറി ഇല്ലേ, ഒറിജിനൽ ചെറി, ആ ചെറിയിലും മുള്ളുണ്ട്. രണ്ടിന്റെയും മുള്ളിന്റെ പ്രത്യേകത ടെർമിനൽ ബഡ് ആണ്, അഗ്രമുകുളമാണ് മുള്ളായിട്ട് മാറിയിരിക്കുന്നത്. അടുത്തത് ഫില്ലോക്ലാഡ്. ഫില്ലോക്ലാഡ് എന്ന് പറയുന്നത് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു അനുകൂലനമാണ്. അതായത് മരുഭൂമി ജീവിക്കാൻ കാണിക്കുന്ന ഒരു അനുകൂലനമാണ്. പ്രധാനമായിട്ട് ഇത് കാണപ്പെടുന്നത് നമ്മുടെ കള്ളിമുള്ളി ചെടിയിൽ, കാക്ടസിലും, യുഫോർബിയ, പെൻസിൽ കളി, ഈ ചിത്രത്തിൽ കാണിച്ചിരുന്നത് പെൻസിൽ കളിയാണ്. തിരിക്കള്ളി, പെൻസിൽ കളി എന്നറിയപ്പെടുന്ന യുഫോർബിയ പ്ലാന്റിലും കാണാൻ കഴിയും. ഇത്തരം ചെടികൾ, കള്ളിമുള്ളി ചെടിയിലായാലും തിരിക്കളിയിലായാലും നമുക്ക് ഇലകൾ കാണാൻ കഴിയില്ല. ഇവിടെ ഇലകൾ ആബ്സെന്റ് ആണ്, ഇലകൾ പൊഴിഞ്ഞു പോകും. എന്നിട്ട് കാണ്ഡം ഇലയുടെ ആകൃതിയിൽ കാണപ്പെടും, തണ്ടായിരിക്കും ഇലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്. കള്ളിമുള്ളി ചെടി നോക്കിയാൽ മതി, ഇല പോലെ ഇരിക്കുന്ന അതിന്റെ സ്റ്റെമ്മാണ്. ശരിക്കും അവിടെ ഇല ഉണ്ടാകേണ്ട ഭാഗത്ത് സ്പൈൻസ് ആയിരിക്കും, മുള്ളുകളായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയായിരിക്കാം? സസ്യസേനം തടയാനും അതുവഴി ജലനഷ്ടം തടയാൻ വേണ്ടിയിട്ടായിരിക്കും ആ മുള്ളുകളായിട്ട് കാണപ്പെടുന്നത്. അതൊരു അനുകൂലനമാണ്. എന്നാൽ കാറ്റാടി മരത്തിലും യുഫോർബിയ എന്നറിയപ്പെടുന്ന പെൻസിൽ കള്ളിയിലും ഇലകൾ സ്കെയിൽ ലീവ്സ് ആയിട്ട് മാറുകയും കാണ്ഡം സിലിണ്ടർ ആകൃതിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതും ഒരു അനുകൂലനമാണ്. ട്രാൻസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്ത് വാട്ടർ ലോസ് പരിഹരിക്കാനും മരുഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അഡാപ്റ്റേഷനുമായിട്ടാണ് ഇത്തരം ചെടികളിൽ മോഡിഫിക്കേഷൻ കാണപ്പെടുന്നത്. ഇവിടെ സിലിണ്ടർ ആകൃതിയിൽ കാണപ്പെടുന്നത് സ്റ്റെമ്മും സ്കെയിൽ ലീവ്സും ആയിട്ടോ അല്ലെങ്കിൽ ഇലകൾ ആബ്സെൻ്റ് ആയിട്ടായിരിക്കും ചില ചെടികളിൽ കാണപ്പെടുന്നത്. അടുത്തത് ക്ലാഡോഡ്, ശതാവരി എന്ന് പറയും. ശതാവരിയുടെ പ്രത്യേകത നമുക്കവിടെ ഇങ്ങനെ ഇലകൾ പോലെ, അരിവാള് പോലെ കാണപ്പെടുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് ആക്സിലറി ബഡിന്റെ ഒരു മോഡിഫിക്കേഷനാണ്. ശരിക്കും അവിടുത്തെ ലീഫ് മുള്ളായിട്ട് മാറിയിട്ടുണ്ട്. മുള്ളുകളായിട്ട് മാറിയത് ഇലകളും ആക്സിലറി ബഡുകളാണ് ബ്രാഞ്ച് ആയിട്ടുള്ള, ശാഖകളായിട്ടുള്ള ഇലകൾ പോലെ മാറിയിരിക്കുന്നത്. എന്നാൽ റസ്കസ് എന്ന പ്ലാന്റ് നോക്കൂ, ഒരു പരന്ന ഇലയിൽ പൂക്കൾ പിടിച്ചിരിക്കുന്ന ഒരു ചെടി കണ്ടില്ലേ? അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒറിജിനൽ ഇലകൾ സ്കെയിൽ ലീവ്സ് ആയിട്ട് മാറിയിരിക്കുകയും എന്നാൽ അവിടുത്തെ ആക്സിലറി ബഡായ അക്ഷീയ മുകുളങ്ങൾ പരന്ന് ഇലകൾ പോലെ ആയിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് അല്ലെങ്കിൽ ചില ചെടികളുടെ അതിൻ്റെ സൈഡിലായിട്ട് പൂക്കൾ പിടിക്കുന്നത് കാണാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കും ഇലയുടെ സൈഡിൽ അല്ലെങ്കിൽ ഇലയുടെ സെൻറ്ററിൽ പൂക്കൾ പിടിച്ചത്? അത് ആക്സിലറി ബഡിൻ്റെ മോഡിഫിക്കേഷൻ ആയതുകൊണ്ടാണ്. ആക്സിലറി ബഡ് പരന്ന് ഇലകൾ പോലെ ആവുകയും അതിൻ്റെ സെൻറ്ററിലോ ചില ചെടികളിൽ അതിൻ്റെ മാർജിനിലോ ആയിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. ബൾബിൽ
ചെടിയില് മാംസളമായിട്ടുള്ള മുകുളങ്ങൾ കാണപ്പെടുന്നെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ബൾബ്. നമ്മുടെ കാച്ചിൽ നോക്കി കാണാം, കണ്ടോ? ആ കാച്ചിന്റെ തണ്ടില് ഇലയ്ക്കും തണ്ടിനും ഇടയ്ക്കുള്ള ആക്സിലറി ബഡ് വീർത്ത് ഒരു കിഴങ്ങ് പോലെ ആയിട്ടുണ്ട്, മാംസളമായിട്ടുള്ള കിഴങ്ങ് പോലെ ഇരിക്കുന്നതിനെയാണ് ബൾബിൽ എന്ന് പറയുന്നത്. പുതിയ തലമുറകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബൾബിൽ മോഡിഫൈ ചെയ്ത് കാണപ്പെടുന്നത്. പുതിയ തലമുറകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബൾബിൽ മോഡിഫൈ ചെയ്ത് കാണപ്പെടുന്നത്. അതുപോലെ ആനപ്പുറത്തെ അഗേവിൽ നമുക്ക് കാണാൻ കഴിയും. അഗേവിന്റെ പ്രത്യേകത അവിടെ ഇൻഫ്ലോറസൻസ് ഉണ്ട്, പൂങ്കുലകളിലാണ് ബൾബിൽ കാണപ്പെടുന്നത്. ഈ കാണപ്പെടുന്ന ചിത്രത്തിന്റെ പ്രത്യേകത ആ പൂങ്കുലയുടെ ഒരു ഭാഗമാണ്. ആ പൂങ്കുലകളുടെ ഫ്ലോറൽ ബഡ് കണ്ടോ, തൈകളായിട്ട് മാറുന്നുണ്ടോ? അവിടുത്തെ ഫ്ലോറൽ ബഡ്സ് ആണ് പുതിയ പുതിയ മുകുളങ്ങളായിട്ട് മാറി അത് ചെടികൾ തൈകളായിട്ട് മാറുന്നു. ഇതെല്ലാം തന്നെ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. ഇനി കാണ്ഡത്തിന്റെ വിവിധ രൂപങ്ങൾ. എല്ലാ ചെടികളിലും കാണ്ഡം ഒരുപോലെയാണ് കാണപ്പെടുന്നത്. ചില ചെടികളിൽ കാണ്ഡം ഘനീഭവിച്ച്, അതായത് റെഡ്യൂസ്ഡ് സ്റ്റെമ്മാണ് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉള്ളിയിലും വെളുത്തുള്ളി തുടങ്ങിയ ചെടികളിൽ കാണ്ഡം മണ്ണിനടിയിലായിരിക്കും കാണപ്പെടുന്നത്. എന്നിട്ട് അതിന്റെ മുകളിലോട്ട് പുതിയ തണ്ടുകളെ, പുതിയ സ്റ്റെമ്മിന്റെ ഭാഗങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ സ്കേപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. മണ്ണിനടിയിലുള്ള ഒറിജിനൽ സ്റ്റെം മണ്ണിനടിയിലായിരിക്കും, എന്നിട്ട് മുകളിലോട്ടുണ്ടാകുന്ന സ്റ്റെമ്മിനെ സ്കേപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ചില ചെടികളിൽ സ്റ്റെമ്മിന് അറിയപ്പെടുന്ന പേരാണ് കോഡക്സ് എന്ന് പറയും. കോഡക്സ് അതായത് ഇറക്റ്റ് സ്റ്റെമ്മാണ്, നേരെ നിൽക്കുന്ന ചെടികളിലാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ ചെടിയുടെ നോഡ് നല്ല കട്ടിയായിരിക്കും, കട്ടിയുള്ള പർവ്വം. എന്നാൽ പർവാന്തരം ഇന്റർനോഡ് ഭാഗം പൊള്ളയായിരിക്കും, അകത്ത് ഹോളും ആയിരിക്കും. എക്സാമ്പിൾ നമ്മുടെ മുള, ബാമ്പു, ഗോതമ്പ് തുടങ്ങിയ ചെടികളുടെ സ്റ്റെം ഒന്ന് മുറിച്ചു നോക്കിയാൽ, മുള മുറിച്ചു നോക്കിയാൽ അറിയാലോ, ആ നോഡ് വരുന്ന ഭാഗം നല്ല കട്ടിയും അടപ്പ് പോലെ ഇരിക്കും, ബാക്കി താഴോട്ട് നല്ല ഹോളും ആയിരിക്കും. അതാണ് അത്തരം ഇറക്റ്റ് സ്റ്റെമ്മുകളെ കോഡക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഡിക്കറന്റ്. ഡിക്കറന്റ് എന്ന് പറയുന്നത് പ്രധാന കാണ്ഡം കുറച്ച് മുകളിൽ എത്തുമ്പോൾ ബ്രാഞ്ചുകളായിട്ട് മാറും. നമ്മുടെ തേക്കിലും ആൽമരത്തിന്റെ ഒക്കെ പ്രത്യേകത മെയിൻ ട്രങ്ക്, മെയിൻ ആ സ്റ്റെം എന്ന് പറയുന്നത് കുറച്ച് പൊക്കത്തിലോട്ട് പോയിട്ട് പിന്നെ മൊത്തത്തിൽ അങ്ങ് ബ്രാഞ്ചായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് മെയിൻ സ്റ്റെം ഒരുപാട് പൊങ്ങത്തില്ല, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബ്രാഞ്ചായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഡിക്കറന്റ് എന്ന് പറയുന്നത്. എന്നാൽ എക്സ്കറന്റ് എന്ന് പറയുന്നത് കട്ടിയുള്ള പ്രധാന മെയിൻ സ്റ്റെം കാണ്ഡം പ്ലാന്റിന്റെ ടിപ്പ് വരെ, അഗ്രം വരെയും കൂർത്ത് കാണപ്പെടും. മെയിൻ സ്റ്റെമ്മിന് അറ്റം വരെയും കാണാൻ കഴിയും. സൈഡിലോട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് ആയിരിക്കും. മെയിൻ സ്റ്റെമ്മിങ്ങനെ പൊങ്ങി പോകുന്ന കാണാം, സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് ഉണ്ടാവും. നമ്മുടെ യൂക്കാല മരത്തിലും അരണമരം, പോളിയാൽത്തിയ, കാറ്റാടി മരം, കാഷ്യൂറൈനിലും കാണാൻ കഴിയുന്നത് എസ്കറന്റ് ആണ്. ടൈനർ, നേരെ നിൽക്കാൻ കഴിയാത്ത വീക്കായിട്ടുള്ള സ്റ്റെം ചെടിയിലാണ് സാധാരണ ടൈനർ കാണപ്പെടുന്നത്. അതായത് ശംഖുപുഷ്പം ഓർത്ത് നോക്കൂ, ശംഖുപുഷ്പത്തിന്റെ സ്റ്റെം അത് പ്രത്യേകിച്ച് പ്രധാനങ്ങളോ ടെൻഡൽസോ ഒന്നുമില്ല, ആ സ്റ്റെം തന്നെയാണ് ചുറ്റി 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 ഏതെങ്കിലും താങ്ങില് ചുറ്റി 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 കടന്നു പോകുന്നത് അല്ലേ. അങ്ങനെ ഏതെങ്കിലും സപ്പോർട്ടിൽ താങ്ങില് കാണാൻ തന്നെ ചുറ്റി വളർന്നു പോകുന്ന ടൈപ്പ് സ്റ്റെമ്മിനെയാണ് ടൈനർ എന്ന് പറയുന്നത്. നേരെ നിൽക്കാൻ കഴിയില്ല, വീക്ക് സ്റ്റെമ്മിലാണ് ഇത് കാണപ്പെടുന്നത്. ക്ലൈംബർ, അതായത് ആരോഹി. ക്ലൈംബർ എന്ന് പറയുമ്പം ആരോഹികൾ എന്ന് പറയുമ്പോൾ അവിടെയും വീക്ക് സ്റ്റെം തന്നെയാണ്, പക്ഷെ അവിടെ സപ്പോർട്ടിൽ പടർന്നു കയറാൻ സഹായിക്കുന്നത് ഏതെങ്കിലും പ്രധാനങ്ങളോ ടെൻഡ്രൽസോ മുള്ളുകളോ ഹുക്കുകളോ ഉപയോഗിച്ചിട്ടായിരിക്കും. അതായത് കടലാസ് ചെടി, ബൊഗൺവില്ല, അതിങ്ങനെ പടർന്നു പോകുന്നതാണല്ലോ. മത്തൻ, പാഷൻ ഫ്രൂട്ട്, നേരത്തെ പറഞ്ഞു, ഇവയെല്ലാം ടെൻഡ്രൽസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ടെൻഡ്രൽസ് ഉപയോഗിച്ചോ മറ്റ് മുള്ളുകളോ ഹൂക്കുകളോ ഉപയോഗിച്ച് പടർന്നു പോകുന്ന ചെടികളെയാണ് ക്ലൈംബർ അഥവാ ആരോഹികൾ എന്നറിയപ്പെടുന്നത്. അതൊരു വീക്ക് സ്റ്റെമ്മാണ്. പ്രൊക്കംബന്റ്. പ്രൊക്കംബന്റ് എന്ന് പറയുന്നത് തറയിൽ പറ്റിപ്പിടിച്ച് വളരുന്നതാണ്. അതായത് പ്രോസ്ട്രേറ്റ് പോലെ തറയിൽ ഇങ്ങനെ പറ്റി അങ്ങ് വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റെമ്മുകളെയാണ് പ്രൊക്കംബന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പുളിയാറില്ല, വിഷ്ണുക്രാന്തി, ഇവോൾവുലസ് എന്നറിയപ്പെടുന്ന വിഷ്ണുക്രാന്തിയിലും പുളിയാറില്ല, ഓക്സാലിസ്റ്റ് തുടങ്ങിയ ചെടികളൊക്കെ തറയിൽ ഇങ്ങനെ പറ്റി വളരുന്ന സ്റ്റെമ്മുകളായിരിക്കും. അതെയാണ് പ്രൊക്കംബന്റ് എന്ന് പറയുന്നത്. ഡീകംബന്റ്. ഡീകംബന്റ് എന്ന് പറയുമ്പോൾ തറയിലൂടെ ഇങ്ങനെ സമാന്തരമായിട്ട് പോകും, വളർന്നു പോയിട്ട് പിന്നീട് അത് മുകളിലോട്ട് ടേൺ ചെയ്യും. അതായത് കുറച്ചും ദൂരം സമാന്തരമായിട്ട് വീക്കായിട്ട് ഇങ്ങനെ പടർന്നു പോവുകയും പിന്നെ അത് മുകളിലോട്ട് ടേൺ ചെയ്ത് നിവർന്ന് നിൽക്കുന്ന പ്ലാന്റുകളെയാണ് ഡീകംബന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒടിയം പച്ച അഥവാ ട്രൈഡാക്സ്. നമ്മൾ തല വെട്ടി കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഒടിച്ച് കളയുന്ന ഒടിയം പച്ച, ട്രൈഡാക്സ് പ്രൊക്കംബൻസ് എന്ന പ്ലാന്റ് ഡീകംബന്റിന് എക്സാമ്പിൾ ആയിട്ട്. അടുത്ത ഡിഫ്യൂസ്. ഡിഫ്യൂസ് എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ പോലെ ഇങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരിക്കും. തറയിൽ ഇങ്ങനെ നാല് വശത്തേക്ക് ഇങ്ങനെ തറയിൽ പടർന്ന് ബ്രാഞ്ചസ് ആയിട്ട് പോകുന്ന ചെടികളെയാണ് ഡിഫ്യൂസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ തഴുതാമ ഓർ ബൊറേവിയ ഡിഫ്യൂസ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ലീഫും
ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റെമ്മുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ മോർഫോളജിയുടെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.